നമസ്കാരം. എന്താ? പെണ്ണ് കാണിക്കാൻ ഒരു പയ്യനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ, കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ. ആയിക്കോട്ടെ. ഗൈസ്, എനിക്ക് 27 വയസ്സാണുള്ളത്. അപ്പൊ ഒരു 10-30 വയസ്സുള്ള ഒരു ചേട്ടനെ കിട്ടിയാൽ സന്തോഷം. അമ്മം വീടാണല്ലോ ഹരികൃഷ്ണ, നിന്റെ ഭാഗ്യം. കുঠিലിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. 10-30 വയസ്സുള്ള ഒരു ചേട്ടനെ കിട്ടിയാൽ സന്തോഷം. ആ നടുക്കിരിക്കുന്ന ആളാ മണവാളൻ. ഒന്ന് പോന്നേ. പ്രശ്നമല്ല, ജോലിയൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ജോലിക്ക് പോകാൻ മടിയുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്കൊന്നും വേണ്ട ചെക്കനെ. എന്താ നമുക്കും ഇല്ലേ മോളെ കുറവുകള്? അവന്റെ മുഖം ഇത്തിരി കോടിയിരിക്കുന്നു പറഞ്ഞു. ഇത് തന്നെ അമ്മ 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ. ചുമ്മാ കൂടെ കൊണ്ട് ഇടക്ക ഇവൻ തന്നെ ധാരാളാ. മോള് ചെല്ലേ. പോകാൻ മടിയുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചെലവിന് തരും, പക്ഷെ എന്നെ സ്നേഹിക്കണം. ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയാ. ജോലിക്ക് പോകാൻ മടിയുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചെലവിന് തരും, പക്ഷെ എന്നെ സ്നേഹിക്കണം, കെയർ തരണം. ചെയ്യും. ഇപ്പോഴാ ഓർത്തത്, ബാത്റൂമിൽ പോയില്ല. ഓഹോ, എത്ര രൂപ പാർട്ട്ണർക്ക് വേണ്ടി ചെലവാകും? ചെക്കന് ഒരു 19,000 രൂപ കൊടുത്തേക്കാം. കിട്ടുന്നില്ലേ എന്ന ചോദ്യമാണ്. എന്നെ കെട്ടിച്ചു വിട്ടിട്ട് ഇവർക്കൊക്കെ എന്ത് സുഖാ കിട്ടുന്നത്? ചായ കുടിക്കാൻ ആരെങ്കിലും ചായക്കട വാങ്ങുമോ? ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചെറുക്കനെ കൊടുക്കും നമ്മള്. അത് വെച്ച് അവൻ ജീവിച്ചോളും. ഇതാണ് പെണ്ണിന്റെ അമ്മ. നമസ്കാരം. ആസ് വെൽ ആസ് ഇത് ഹരി, എന്റെ ക്ലോസ് ഫ്രണ്ടാ. ഞാൻ മണവാളൻ. മോളെ വിളിക്കാൻ ഞാൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ജോലി ചെയ്ത് ഞാൻ നോക്കിക്കോളാം. ഇത് ഏതാണ്ട് ഉറച്ചമട്ടാണെന്നേ. അതെന്താ, പെണ്ണ് വികലാംഗയാണോ? എല്ലാ പാർട്സും ഓക്കെയാണ്. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ഇയാളെക്കാളും സ്വല്പം നിറം കുറവാണെന്ന് മാത്രം. അതെന്താ, പെണ്ണ് നീഗ്രഹമാണോ?